അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ച് എല്ലാ പല്ലും കാണിച്ചൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് എന്ത് തരുന്നു എന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുന്നത്. എന്താണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് എന്ത് തരും, അല്ലേ? നമുക്ക് എപ്പോഴും അറിയേണ്ടത് എന്താണ്? നമുക്ക് എന്ത് കിട്ടും. പള്ളിയിൽ പോയാൽ എനിക്ക് എന്ത് കിട്ടും എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ അച്ഛന് കൂടുതൽ സന്തോഷമുണ്ട്. പള്ളിയിൽ തിങ്ങി നിറഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. പുറത്തും എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷം. ഓരോ ആഴ്ചയിലും നിങ്ങളെല്ലാവരും 10 പേരെ കൂട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് അധികം താമസിക്കാതെ അങ്ങോട്ട് പന്തലിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഭയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ത്? പെന്തക്കോസ്ത എന്ന് പറയുന്നത് തിരുസഭയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. തിരുസഭയുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടുകൂടെ നമ്മൾ എന്താഘോഷിക്കണം? സഭയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ മറ്റാമുഖങ്ങളില്ലാതെ പറഞ്ഞു തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒന്നാമതായി ഭൗതിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്നു. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഭൗതിക മനുഷ്യനെ ആത്മീയ മനുഷ്യനായി മാറ്റുന്ന അഭിഷേകമാണ് പെന്തക്കോസ്ത അഭിഷേകം. എന്താണ് ഭൗതിക മനുഷ്യന്റെ പ്രശ്നം? ഭൗതിക മനുഷ്യന് കുറെ കാര്യങ്ങളുണ്ട്. ഭൗതിക മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അവനെ കുറിച്ച് തന്നെയാണ്. ഒരു ഉദാഹരണത്തിന്, അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച വചനഭാഗത്ത് നിന്ന് അവർ പേടിച്ച് കതകടച്ചിരിക്കുകയായിരുന്നു. ഭൗതിക മനുഷ്യൻ എന്തുണ്ടാകുന്നു? പേടി ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് പേടി? അവന്റെ പേടി മുഴുവൻ എന്താണ്? എനിക്കെന്തെങ്കിലും പറ്റുമോ, അല്ലേ? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അതാണ് ഭൗതിക മനുഷ്യന്റെ പേടി. ഹല്ലേലൂയ. അപ്പൊ അവൻ ചിന്തിക്കും, എനിക്കൊന്നും പറ്റരുത്. ആർക്കൊക്കെ എന്ത് പറ്റിയാലും എനിക്കൊന്നും പറ്റരുത്. ആർക്കിരിക്കാൻ സ്ഥലം കിട്ടിയില്ലേലും എനിക്ക് സ്ഥലം കിട്ടണം. ഇതാണ് ഭൗതിക മനുഷ്യന്റെ ചിന്ത, അല്ലേ? ആർക്ക് കഞ്ഞി കിട്ടിയില്ലേലും, ആർക്ക് ബസ് കിട്ടിയില്ലേലും, ബസ്സിൽ കയറുമ്പോൾ ആർക്ക് സീറ്റ് കിട്ടിയില്ലേലും. അപ്പോ ഭൗതിക മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് ഒരു അപകടവും വരരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാര് പേടിച്ച് വാതിലടച്ചിട്ടിരുന്നത്. അങ്ങനെ എനിക്കൊന്നും പറ്റരുത്, ആര് ഈശോയെ കുറിച്ച് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, എനിക്കൊന്നും പറ്റരുത് എന്ന് ചിന്തിച്ച് വാതിലടച്ചിരുന്ന അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പോൾ അവർ എനിക്കൊന്നും പറ്റരുത് എന്ന ചിന്ത മാറി എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, ദൈവരാജ്യത്തിന് ഒരു പോറല് പോലും പറ്റരുതെന്ന് ചിന്തിക്കുന്നവരായി മാറി. ഇതാണ് ഭൗതിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി മാറുമ്പോഴുള്ള വ്യത്യാസം. എന്നെ ആര് പിടിച്ചാലും, എന്നെ ആര് അറസ്റ്റ് ചെയ്താലും, എന്നെ ആര് തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല, ക്രിസ്തു പ്രഘോഷിക്കപ്പെടണം എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. കൈയടിച്ച് നന്ദി പറയാം.
ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയേ, എനിക്ക് ജീവൻ പോയാലും കുഴപ്പമില്ല, എന്നെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഈ ജനത്തിന് അവർ ഈശോയെ കുറിച്ചറിയണം, അവർ ഈശോയെ കുറിച്ച് കേൾക്കണം, അവർ ഈശോയിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശമാക്കണം. എനിക്ക് ഈ ഭൂമിയിലെ ജീവൻ, പത്രോസിന്റെ ചിന്തയാണ്, എനിക്ക് ഈ ഭൂമിയിലെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ് പ്രിയപ്പെട്ടവരെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. 1 കൊറിന്തോസ് അധ്യായം 15 45 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളിൽ ഭൗമിക മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആത്മീയ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൗതിക മനുഷ്യൻ ആരാണ്? അവൻ ആദവും ഹവ്വയുമാണ്. അവരെന്താണ് ചെയ്തത്? അവര് തിന്നാൻ നടക്കുന്നവരാണ്. ആദവും ഹവ്വയും എന്താണ്? നിങ്ങൾക്ക് എന്ത് പറയാൻ മടി? ആദവും ഹവ്വയും എന്ത് ചെയ്യാൻ നടന്നവരാണ്? തിന്നാൻ നടന്നവരാണ്. അവര് തിന്നാൻ പോയ കഥ നമുക്കറിയാം അല്ലേ? അപ്പൊ അവരെ വിളിക്കുന്ന പേരെന്താണ്? തിന്നാൻ നടക്കുന്നവർ, ഭൗതിക മനുഷ്യൻ. ഒന്ന് അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞേ, ഭൗതിക മനുഷ്യൻ തിന്നാൻ നടക്കുന്ന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ പലതും കഴിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ നടക്കുന്നു, മനസ്സിന്റെ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്താൻ നടക്കുന്നു, ഇല്ലേ? കണ്ണിന് വിശപ്പുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കണ്ണ് തിന്നാൻ നടക്കുകയാണ്. കണ്ണിന്, വായക്കും വയറിനും മാത്രമല്ല വിശപ്പുള്ളത്, കണ്ണിന് വിശപ്പുണ്ട്, കാതിന് വിശപ്പുണ്ട്, ഇല്ലേ? ഈ വായയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമുള്ള വിശപ്പല്ല, വായെ തോന്നിയത് പറയാനുള്ള വിശപ്പം. ഹല്ലേലൂയ. അപ്പോൾ തിന്നാൻ നടക്കുന്നവർ, എന്ത് തിന്നാൻ നടക്കുന്നവർ? ലോകത്തിന്റെ തിന്നാൻ നടക്കുന്ന. ഓക്കെ, അതാണ് ആദ്യ ഭൗമിക മനുഷ്യൻ. പക്ഷെ ആത്മീയ മനുഷ്യനായ ക്രിസ്തു എന്ത് ചെയ്യുന്നവനാണ്? തിന്നാൻ കൊടുക്കുന്നവനാണ്. തന്നെ തന്നെ ഭക്ഷണമാക്കി മാറ്റുന്നവനാണ് ആത്മീയ മനുഷ്യൻ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ തന്നെ മാറുപിളർന്ന് തിന്നാൻ കൊടുക്കുന്ന മനുഷ്യൻ ജീവൻ നൽകുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുകൊണ്ടാണ് വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു, അവസാനത്തെ ആദമായ ക്രിസ്തു ജീവദാതാവായ ആത്മാവായി തീർന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവരാക്കി, തിന്നാൻ കൊടുക്കുന്നവരാക്കി രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 3:6. യോഹന്നാൻ 3:6, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്നാൻ നടക്കുന്നവരാണ്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് സുഖിക്കാം, എനിക്കെന്ത് നേടാം, എനിക്കെന്ത് സമ്പാദിക്കാം, എനിക്ക് ജോലി മേടിക്കാം, എനിക്ക് കല്യാണം കഴിക്കാം, എനിക്കെന്ത് കിട്ടും. കുടുംബജീവിതത്തിലും ഭാര്യ ഭർത്ത ബന്ധത്തിൽ അല്ലെങ്കിൽ പല ഫ്രണ്ട്ഷിപ്പുകളിലും പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണെന്നറിയാവോ? എന്താണ് ഫ്രണ്ട്ഷിപ്പുകളിലുള്ള പ്രധാനപ്പെട്ട പരാതി എന്നറിയാവോ? രണ്ടുപേര് ഫ്രണ്ട്സായി, അവര് തമ്മിലുള്ള പ്രധാനപ്പെട്ട പരാതി എന്താണ്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേണ്ട, കാമുകനും കാമുകിയും ആയി എന്ന്, അതും വേണ്ട, രണ്ടുപേര് തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ഓക്കെ, ഇപ്പൊ കംഫർട്ടബിൾ ആയില്ലേ? രണ്ടുപേര് തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. അവര് ഫോൺ വിളിക്കാൻ തുടങ്ങി.
കുറച്ച് നാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം. എന്താണ് പ്രശ്നം എന്നറിയാവോ? എന്നെ വേണ്ടതുപോലെ അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ല, ഞാൻ വിചാരിച്ചതുപോലെ എന്നെ കെയർ ചെയ്യുന്നില്ല, ഞാൻ വിളിച്ചപ്പോ എടുത്തില്ല. ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അവള് വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല ചോ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു വിളിച്ചു, എന്നിട്ട് അവളും എടുത്തില്ല. അങ്ങനെ അത് തീർന്നു. നമ്മളെല്ലാവരും അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നത് എന്നെ കെയർ ചെയ്യണമെന്നാണ്. അതാണ് ഭൗതിക മനുഷ്യന്റെ പ്രത്യേകതയാണത്. അങ്ങനെ അതെല്ലാ തലങ്ങളിലും ഉണ്ട് ഇല്ലേ? അമ്മയോട് മകളുടെ പരാതി എന്താണ്? അമ്മ ഇപ്പൊ എന്നെ വേണ്ടതുപോലെ പഴയ പോലെ പരിഗണിക്കുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഉപടി നിനക്ക് ഞാൻ പഴയ പോലെ എന്നെ പാല് തരാം. ഹല്ലേലൂയ. കെയർ ചെയ്യുന്നില്ല. ഭർത്താവിനോടുള്ള ഭാര്യയുടെ പരാതി പറഞ്ഞില്ലെങ്കിലും മനസ്സിലുണ്ട്, ചേട്ടൻ ഇപ്പൊ എന്നോട് പഴയ പോലെ. ഭാര്യമാരോട് ഭർത്താവ് പറയാറുണ്ടോന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും മനസ്സിലുണ്ട് ഇപ്പൊ പഴയ പോലെ ഒന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭൗതിക മനുഷ്യന്റെ ചിന്തകളെ കുറിച്ചാണ് തിരിച്ചു വരിക. ഈ ഭൗമിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്നത്, ശരീരത്തിൽ നിന്ന് ജനിച്ചത് ശരീരവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നീ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചാൽ നീ പരിശുദ്ധാത്മാവിന്റെ ഗുണങ്ങളുള്ളവനും നീ ജീവൻ നൽകുന്നവനുമായി മാറും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒന്ന് പരിശോധിക്കണേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ അപരനും മരണമാണോ ജീവനാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. നിന്റെ കുടുംബത്തിൽ നീ പറയുന്ന വാക്കുകൾ നിന്റെ കുടുംബത്തിൽ മരണമാണോ കൊണ്ടുവരുന്നത് ജീവനാണോ കൊണ്ടുവരുന്നത്? നീ അയക്കുന്ന മെസ്സേജുകൾ കൊണ്ടുവരുന്നത് മരണമാണോ ജീവനാണോ പരിശോധിക്കണം. നീ ജീവൻ കൊണ്ടുവരുന്നവനാണെങ്കിൽ ഹല്ലേലൂയ, നീ ആത്മാവിൽ നിന്ന് പിറന്നവനാണ്. അപരനിൽ സങ്കടവും ദുഃഖവും അസ്വസ്ഥതയും കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ നീ ഇപ്പോഴും ആ ഭൗമിക മനുഷ്യനാണ്. മാംസത്തിൽ നിന്ന് പിറന്ന് മാംസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കൊണ്ടുവരുന്നത് വിഘടനമാണെങ്കിൽ, വിഭാഗീയതയാണെങ്കിൽ, വിഭജനമാണെങ്കിൽ നീ ഭൗമിക മനുഷ്യനാണ്. നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അല്ലേ, സർച്ച് ഹിസ്റ്ററി മുഴുവൻ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം, പുതിയ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ആരും ഒരു പേര് പറയുന്നത് കേട്ടു, എന്താണ് കപ്പാൻ തൊട്ടിന്നോ അല്ലേ? ഏതാണ് ബിരിയാണി? പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തലപ്പാം കെട്ടി ബിരിയാണി എന്ന് പറയുന്നൊരു പേര് പറഞ്ഞത്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ തലയിൽ മുണ്ട് കെട്ടിയിട്ട് വിളമ്പുന്ന ബിരിയാണിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൗമിക മനുഷ്യൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ കാര്യങ്ങൾ. നീ ആത്മീയ മനുഷ്യനായി നിന്നെ മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. അച്ഛൻ പെട്ടെന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്തത് മൂലം എന്താണ് സംഭവിക്കുന്നത് എന്ന്, നാളെ ജൂൺ 6-ാം തീയതിയാണ്. 2000 ജൂൺ 6-ാം തീയതി രാത്രി 10 മണിക്ക് ഇറ്റലിയിലുള്ള ഒരു സിസ്റ്ററിനെ, ഇറ്റലിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇറ്റലിയിലുള്ള ഒരു സിസ്റ്ററിനെ, മരിയ ലോറ മൈനേട്ടി എന്ന് പറയുന്ന ഒരു സിസ്റ്ററിനെ 2000 ജൂൺ 6-ാം തീയതി, നാളെ അതിന്റെ സിൽവർ ജൂബിലിയാണ്, അതുകൊണ്ട് വച്ചം പെട്ടെന്ന് ഓർത്ത് പറയാം. ഒരു സിസ്റ്ററിനെ 3 കത്തോലിക്ക പെൺകുട്ടികൾ 19 പ്രാവശ്യം കത്തിക്ക് കുത്തി കൊലപ്പെടുത്തിയതിന്റെ 25-ാം വർഷമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 16 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള
3 പെൺകുട്ടികളാണ് അത് ചെയ്തത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്തത്? അവര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ നല്ല മാർക്ക് മേടിക്കാം, എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാം, എങ്ങനെ നല്ല ഭാവി ഉണ്ടാക്കാം എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊച്ചുങ്ങൾ എത്തിയത്, പ്രിയപ്പെട്ടവരെ, ചില സൈറ്റാനിക് സൈറ്റുകളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സൈറ്റാനിക് സൈറ്റുകളിലെത്തിയ ഈ പെൺകുട്ടികളുടെ പേര് വെറോനിക്ക, മിലേന, അംബറ എന്ന് പറയുന്ന 3 പെൺകുട്ടികൾ. 16 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്തവര് സെർച്ച് ചെയ്ത് സൈറ്റാനിക് സൈറ്റുകളിലെത്തി. അപ്പോൾ ഓരോ ടാസ്ക് കൊടുക്കും. നിങ്ങൾക്ക് വിജയം വരിക്കാൻ, നിങ്ങൾക്ക് ഉന്നതമായ വിജയമുണ്ടാകാൻ പിശാച് നിങ്ങളെ സഹായിക്കാനുള്ള ടാസ്കുകൾ കൊടുക്കും. അങ്ങനെ കൊടുത്ത ഒരു ടാസ്കാണ് പള്ളിയിലുള്ള ബൈബിൾ എടുത്ത് കത്തിക്കുക. പ്രിയപ്പെട്ടവരെ, കാറ്റഗിസത്തിനൊക്കെ പോകുന്ന കുട്ടികളാണ്, ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്ന കുട്ടികളാണ്. ഇവരാരും അറിയാതെ പള്ളിയിലുള്ള ബൈബിൾ എടുത്ത് കത്തിച്ചു. ഓർക്കണം, ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള കുട്ടികളാണ്, സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുള്ള കുട്ടികളാണ്. കത്തിച്ചു. അപ്പൊ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. അവർക്ക് സ്കോർ കിട്ടി. കൊച്ചുമക്കള് ഗെയിമൊക്കെ കളിച്ച് സ്കോർ കിട്ടി എന്ന് പറയാറില്ലേ, അത് തന്നെ. അങ്ങനെ അവർക്ക് സ്കോർ കിട്ടി. അപ്പൊ അടുത്ത ടാസ്ക്, ദൈവവേല ചെയ്യുന്ന ആരെയെങ്കിലും കുരുതി കൊടുക്കണം, കൊന്നുകളയണമെന്ന്. അപ്പൊ ഇവരാദ്യം ആലോചിച്ചത്, ദൈവവേല ചെയ്യുന്ന ആരെ കുരുതി കൊടുക്കാം. ടാസ്ക് കൊടുത്തിരിക്കുകയാണ്, ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം, എന്നാലേ ഉയർച്ച ഉണ്ടാവുള്ളൂ. അങ്ങനെ കൊച്ചുങ്ങളുടെ കണ്ണുകൾ, ഹൃദയമൊക്കെ അന്ധമായല്ലോ. അപ്പൊ അവരാദ്യം ചിന്തിച്ചത് വികാരിയച്ഛനെ കുറിച്ചാണ്. വികാരിയച്ഛനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോ അവര് ദൈവവേല ചെയ്യുന്ന ഒരാൾ വികാരിയച്ഛനെ തട്ടിക്കളയാം. വികാരിയച്ഛനെ തട്ടിക്കളഞ്ഞ പിന്നെ ആരും ചോദിക്കാനൊന്നുമില്ലല്ലോ. പക്ഷെ വികാരിയച്ഛന് നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള വികാരിയച്ഛനാണ്, മറിച്ചിട്ട് കുത്തി കൊല്ലലൊന്നും നടക്കയില്ല. അപ്പൊ വികാരിയച്ഛൻ അങ്ങനെ വികാരിയച്ഛന്റെ പൊക്കത്തിന്റെയും തടിയുടെയും പേരിൽ രക്ഷപ്പെട്ടു. അങ്ങനെ അവര് നോക്കിയപ്പോ അടുത്തുള്ള കോൺവെന്റിലെ 61 വയസ്സുള്ള മരിയ ലോറ മൈനേറ്റി എന്ന് പറയുന്ന സുപ്പീരിയർ സിസ്റ്റർ കുഴപ്പമില്ല, ഒറ്റ ചവിട്ടിയാ ഒന്ന് തള്ളിയാ മറിഞ്ഞു വീഴാവുന്ന പാവം 61 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു സിസ്റ്ററാണ്. അങ്ങനെ അവര് സിസ്റ്ററിന് കുറിയിട്ടു. സിസ്റ്ററിനെ ഒരു ദിവസം ഈ കൊച്ചു വിളിച്ചിട്ട്, സിസ്റ്റർ യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു, ഞാൻ പ്രഗ്നന്റായി, ഞാൻ ഈ കൊച്ചിനെ അബോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും ചെയ്യല്ലേ, റേപ്പ് ചെയ്യപ്പെട്ടു, കുഴപ്പമില്ല, എന്നാലും കൊച്ചിനെ കൊല്ലല്ലേ, ഞാൻ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു സിസ്റ്റർ പെട്ടെന്ന്. അപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ വിളിക്കാം സിസ്റ്റർ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ, അതായത് ജൂൺ 6-ാം തീയതി രാത്രി 10 മണിക്ക് സിസ്റ്ററിന് വീണ്ടും കോൾ വരികയാണ്. വെറോനിക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് സിസ്റ്ററിനെ ഇപ്പൊ തന്നെ കാണണം, എനിക്ക് മരിക്കാൻ തോന്നുന്നു, എനിക്ക് സിസ്റ്ററിനെ ഇപ്പൊ തന്നെ കാണണം, സിസ്റ്റർ ഒന്ന് അടുത്തുള്ള ഈ പാർക്കിലേക്ക്, ഇങ്ങോട്ട് ഒരു പാർക്കിന്റെ പേര് പറഞ്ഞു, അങ്ങോട്ടൊന്ന് വരുമോന്ന് ചോദിച്ചു. രാത്രി 10 മണി. സിസ്റ്റർ സുപ്പീരിയർ ആണ്, വിദേശമാണ്, ഇറ്റലിയാണ്, കുഴപ്പമൊന്നുമില്ല, പുറത്തിറങ്ങി പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. സിസ്റ്റർ വേഗം ഈ മകള് പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി എടുത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 പേര് ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് 3 പേർക്കും സംസാരിക്കണം സിസ്റ്ററെ എന്ന് പറഞ്ഞു, നമുക്ക് ഇത്തിരി മാറിയിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് സിസ്റ്ററിനെ മാറ്റി. സിസ്റ്ററിനെ ഇവർ മറിച്ചിട്ടു. ഇവർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന കത്തി, ഒരു കത്തിയുള്ളൂ. ആദ്യത്തെ ആൾ 6 പ്രാവശ്യം കുത്തി, പിന്നത്തെ ആൾ വീണ്ടും 6 പ്രാവശ്യം കുത്തി, പിന്നത്തെ ആള് 6 പ്രാവശ്യം കുത്താന്നാണ് വിചാരിച്ചത്, എണ്ണം തെറ്റി 7 ആയിപ്പോയി. 6 6 6 ഒരു സൈറ്റാനിക് നമ്പറിൽ കുത്താനാണ് ടാസ്ക് കൊടുത്തിരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ കിടന്ന് രക്തം വാർന്നൊലിച്ച് സിസ്റ്റർ മരിച്ചു.
പിന്നീട് ഇവരുടെ ഫോൺ കോളുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആളുകളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അവർ പറഞ്ഞ കഥയാണ് അച്ഛൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. എങ്ങനെയാണ് അവര് ഇപ്രകാരം ഒരു നാശത്തിലേക്ക് എത്തിയത്. 3 പേരും മൈനറാണ്. ഈ മൈനറായിട്ടുള്ളവരെ അപ്പോൾ 8 വർഷം തടവിൽ വെച്ചതിന് ശേഷം ദുർഗുണ പാഠശാലയിലൊക്കെ നിർത്തിയതിന് ശേഷം അവരെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു, റിലീസ് ചെയ്തു. 2021 ഈ സിസ്റ്ററിനെ വാഴ്ത്തപ്പെട്ടവളായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ രക്തസാക്ഷിയായി എന്നുള്ളത് നമുക്ക് കൈയടിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു കാര്യമാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള 3 കുഞ്ഞുങ്ങൾ, കത്തോലിക്ക കുടുംബത്തിലുള്ള 3 കുഞ്ഞുങ്ങളാണ് ഈ കൊടും ചതി ചെയ്തതെന്ന്, ഈ കൊടും ക്രൂരത ചെയ്തതെന്നത്, ഈ കൊലപാതകം നടത്തിയത് എന്നത് നമുക്ക് കരയാനുള്ള കാര്യമാണ്. ഇന്ന് വീടിന്റെ ഉള്ളിൽ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ കിടന്നുറങ്ങുന്ന അമ്മയുടെ കഴുത്തിൽ കത്തിവെക്കുമോ ഇല്ലയോ എന്നാരറിഞ്ഞു? അമ്മമാരച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛൻ വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാണെന്ന്. മകൻ അല്ലെങ്കിൽ മകൾ എപ്പോ കൊല്ലുമെന്ന് അറിഞ്ഞുകൂടാന്ന്. അതുകൊണ്ട് വീട്ടിലെ മുറിയിൽ കിടക്കുറങ്ങുമ്പോ, ബെഡ്റൂമിലേക്ക് അമ്മ പോകുമ്പോ സ്വന്തം ബെഡ്റൂം അടച്ചിട്ടുണ്ടെന്ന് 2-3 പ്രാവശ്യം ഉറപ്പ് വരുത്തുന്നത്. അപ്പുറത്ത് കഞ്ചാവ് അടിച്ച് കിടക്കുന്ന മകൻ എപ്പോ വേണമെങ്കിലും ഇത് തള്ളി തുറന്ന് കഴുത്തിലേക്ക് കത്തിയുമായിട്ട് വരുമെന്ന് പേടിച്ചിട്ടാണ്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാണ്. ആരെ? പുറത്തുള്ളവരെ അല്ല, അകത്തുള്ളവരെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകം നിന്നെ, ഭൗതിക മനുഷ്യനായ നിന്നെ ആത്മീയ മനുഷ്യനാക്കി മാറ്റിയില്ലെങ്കിൽ നിനക്ക് ഇന്നുണ്ടെന്ന് പറയുന്ന സമൃദ്ധികൾ നാളെ, ഇന്നുണ്ടെന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ നാളെ അത് അനുഗ്രഹമല്ലായിരുന്നു, ശാപമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോ മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ പെന്തക്കോസ്ത സ്നാനം നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള കഥകൾ കേൾക്കേണ്ടി വരും. രണ്ടാമതായി, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നതിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പോയിന്റാണ്, ജഡത്തിന്റെ ആഗ്രഹങ്ങളിൽ കഴിയുന്ന മനുഷ്യനെ ആത്മാവിന്റെ ആഗ്രഹങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. അച്ഛൻ ആവർത്തിക്കാം. ജഡത്തിന്റെ ആഗ്രഹങ്ങളിൽ കഴിയുന്ന മനുഷ്യനെ, ജഡത്തിന്റെ ആഗ്രഹങ്ങളുണ്ട് അല്ലെ, ഏകദേശം ഒരു 15 ജഡത്തിന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ ആഗ്രഹങ്ങളിൽ കഴിയുന്ന മനുഷ്യനെ ആത്മാവിന്റെ ആഗ്രഹങ്ങളുള്ള മനുഷ്യനാക്കി ഷിഫ്റ്റ് ചെയ്യുന്ന, മാറ്റിയെടുക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിന്റെ ആഗ്രഹങ്ങൾ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതൽ അച്ഛൻ വായിക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്.
അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. തുടർന്നാണ് ലിസ്റ്റ് ആരംഭിക്കുന്നത്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. എത്രണ്ണോയി? 15. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മാത്രമല്ല, ഇവ ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ജഡത്തിന്റെ ദുരാശകളിൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ ആഭിചാരവും ശത്രുതയും കലഹവും ഒക്കെയായിട്ട് നടക്കുന്ന മനുഷ്യൻ. ശിഷ്യന്മാർക്കും ഇപ്രകാരം എന്തുണ്ടായിരുന്നു? അവരുടെ ഉള്ളിൽ ശത്രുതയും കലഹവും അസൂയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 പേരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സഹനത്തിൽ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുമെന്നതൊക്കെ ശരിയാണ്, ഇടത്തും വലതും ആരിയ്ക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രേ പറഞ്ഞോളൂ ഈശോ. നിങ്ങൾ എൻ്റെ സഹനത്തിൽ എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും, ഓക്കെ എന്ന് പറഞ്ഞതിന് മറ്റുള്ള 10 പേർക്കും 2 പേരോട് എന്തുണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്? അസൂയയുണ്ടായി. എന്തുകൊണ്ടാണ്? അവർ ജഡത്തിന്റെ വ്യാപാരങ്ങളിലായിരുന്നു. അല്ലേ? നമുക്കും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഇതുവരെ ഒരിക്കലും കോപിച്ചിട്ടില്ലാത്തവർ കൈ ഉയർത്തി. കുറച്ച് പേര് കൈവെക്ക്. ഇതുവരെ കലഹിച്ചിട്ടില്ലാത്തവർ കൈവെക്ക്. ഒരു ചേട്ടൻ 2 കൈയും പൊക്കിയിട്ടുണ്ട്. അത് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് പൊക്കിയതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കലഹവും അസൂയയും ശിഷ്യന്മാർ തർക്കിച്ചിരുന്നു. എന്താണ് തർക്കിച്ചത്? നിങ്ങൾ വഴിയരികിൽ വഴിയിൽ എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത്? ആരാണ് വലുത് എന്ന് തർക്കിച്ചിരുന്നു. അപ്പോൾ ജഡത്തിന്റെ വ്യാപാരങ്ങളിലായിരുന്ന മനുഷ്യൻ പിന്നെ ആരാണ് വലുതെന്നല്ല തർക്കിക്കുന്നത്, ഞങ്ങളിൽ ആരാണ് ചെറുതെന്നാണ്. ഞാനാണ് എല്ലാവരുടെയും ദാസൻ എന്ന്, ഞാനാണ് എല്ലാവരെയും ശുശ്രൂഷിക്കാനുള്ളവൻ. ജയിലിൽ പോകണമെങ്കിൽ ആദ്യം ഞാൻ ജയിലിൽ പോയിക്കൊള്ളാം എന്ന് പറയുന്ന രീതിയിൽ, കുരിശിൽ മരിക്കണമെങ്കിൽ ഞാൻ കുരിശിൽ മരിച്ചോളാം. പക്ഷെ ഈശോ കുരിശിൽ മരിച്ചതുപോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ട് എന്നെ തലകുത്തിക്കിടത്തി കുരിശിൽ തറക്കാൻ പറയുന്നത് പോലെ ഒരു രൂപാന്തരീകരണം ജഡത്തിന്റെ മനുഷ്യർക്ക് കിട്ടിയത് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ അച്ഛൻ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ, അശുദ്ധിയിൽ, ഭിന്നതയിൽ, കലഹത്തിൽ, വ്യഭിചാര ചിന്തയിൽ, ദുർവൃത്തിയിലൊക്കെ കഴിയുന്ന മനുഷ്യൻ ആത്മാവിന്റെ വ്യാപാരങ്ങളിലേക്ക്, സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സൗമ്യതയിലേക്ക്, ആനന്ദത്തിലേക്ക്, ആത്മസംയമനത്തിലേക്ക്, ക്ഷമയിലേക്ക്, ദയയിലേക്ക്, നന്മയിലേക്ക്, വിശ്വസ്തതയിലേക്ക്, ലാളിത്യത്തിലേക്ക്, അനുസരണയിലേക്ക്, ബ്രഹ്മചര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ബ്രഹ്മചാര്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന, മാറുന്ന ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. കൈയടിച്ച് നന്ദി പറയാം. അനുസരിക്കാൻ തയ്യാറില്ലാത്തൊരു മനുഷ്യൻ അനുസരിക്കാൻ വ്രതമെടുക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. അഭിഷേകം അനുസരിക്കാൻ തയ്യാറാകുന്നതാണ് നിന്നിൽ കൊണ്ടുവരുന്ന രൂപാന്തരീകരണം. ഇനി മൂന്നാമതായിട്ട്, നമുക്ക് എന്ത് കിട്ടുമെന്നല്ലേ ചോദിക്കുന്നത്? നമുക്ക് കിട്ടുന്ന 2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്ന് ഒന്ന് പറഞ്ഞ് സ്വരവർത്തി പറഞ്ഞേ. ഒന്ന്, ഭൗമിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി മാറുന്നു. അച്ഛൻ ചോദിക്കട്ടെ, നമുക്ക് ആത്മീയ മനുഷ്യരാകണോ? കണ്ട പലർക്കും ആവണ്ട, സ്വരമൊന്നുമില്ല. ഞങ്ങൾക്ക് അച്ഛ ഈ ആത്മീയ മനുഷ്യരാവേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ജർമ്മൻ പരീക്ഷ പാസ്സായാൽ മതി. ഇപ്പോൾ OET-ക്കാരില്ലാണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ.
അപ്പോൾ ഞങ്ങൾക്ക് വിദേശത്ത് ജോലി കിട്ടിയാൽ മതി, ഞങ്ങളുടെ കല്യാണം നടന്നാൽ മതി, വീട് പണി നടന്നാൽ മതി, വസ്തു ഇടപാട് നടന്നാൽ മതി, ഞങ്ങൾ ഹാപ്പിയായി കടബാധ്യത മാറിയാൽ മതി, പരീക്ഷ ജയിച്ചാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ ആത്മീയ മനുഷ്യരൊന്നും ആകണ്ട. അല്ലേ? ആ അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗമൊക്കെ ഒന്ന് മാറി സന്തോഷമായാ മതി, കെട്ടിയാൻ്റെ കള്ളുടിയൊക്കെ ഒന്ന് മാറിയാ മതി, വേറെ അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക്. ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആത്മീയ മനുഷ്യരാകണമോ? ഇത്രയും സ്വരം പോരാ, എല്ലാവരും പറഞ്ഞോ ആത്മീയ മനുഷ്യരാകണോ? ഓക്കെ, കൈയടിച്ച് കർത്താവിന്. അപ്പോൾ ഭൗതിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ സ്നാനം. രണ്ടാമതായി, ജഡികാഭിലാഷങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആത്മീയ അഭിലാഷങ്ങളിലേക്ക് വഴി നടത്തുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ചോദ്യം, നിങ്ങൾക്ക് ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണോ? ജഡത്തിന്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ മതിയോ? ഇപ്പോ തല്ല് പിടിക്കുന്നത് പോലെ തല്ല് പിടിച്ചാ മതിയോ? കുറച്ചും കൂടി നന്നായിട്ട് തല്ല് പിടിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് 2. 3, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി രൂപാന്തരപ്പെടുത്തുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നത്. അച്ഛനീ പറയുന്നതെല്ലാം ഒന്നാമത്തെ കാര്യം നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ തുടർച്ചയാണ് മറ്റുള്ളതെല്ലാം. ഭൗതിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന്. മൂന്നാമത്തേത്, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി രൂപാന്തരപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കാനൊന്നുമില്ല. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി തന്നെ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും, കുറച്ചും കൂടി കൂട്ടിയിട്ട് പറയും, അച്ഛാ മക്കൾക്ക് വേണ്ടിയാണ് അച്ഛാ ജീവിക്കുന്നത്. മക്കൾ എന്ന് പറഞ്ഞാൽ an extension of your existence. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഭർത്താക്കന്മാരാരും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. നിങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ പറയുന്നതല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഭർത്താക്കന്മാരാരെങ്കിലും നിങ്ങളോട് എടി ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്? ഇല്ല. ഇന്ന് പറയട്ടെ അവര്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ ഞാൻ ചേട്ടന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്? ഇല്ല. പിന്നെ എങ്ങനെയാണ് ചേട്ടൻ നിങ്ങളോട് പറയുന്നത്? അങ്ങോട്ട് പറഞ്ഞാലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അങ്ങോട്ട് ഹണിന്ന് വിളിച്ചാലല്ലേ അവിടെ നിങ്ങോട് ഹണിന്ന തിരിച്ചു വിളിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, കാണുന്നവരൊക്കെ ഹണിന്ന് വിളിക്കുന്ന ഒരു ചേച്ചി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവര്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താലാണ്, നല്ല ഇത് വിളിച്ചാലാണ് തിരിച്ച് അങ്ങോട്ട് പോത്തേന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് എന്ത് വിളിക്കും? ഹല്ലേലൂയ. തിരിച്ചു വരിക. അച്ഛൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ് ചോദ്യം. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണോ ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിയേ. ഒത്തിരി പേര് കരമുയർത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ ആരോഗ്യം, എൻ്റെ വാഹനം, എൻ്റെ 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 എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് ഈശോയുടെ എന്ന് പറഞ്ഞ്
ഈശോയുടെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായി രൂപാന്തരപ്പെടും. അങ്ങനെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. കൈയടിച്ച് കർത്താവിന് നന്ദി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യസ് 5:15. 2 കൊരിന്ത്യസ് 5:15. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. ഈശോ എന്തിനു വേണ്ടിയാണ് മരിച്ചത്? നമ്മൾ ജെറുസലേമിൽ പോകാൻ വേണ്ടിയല്ല. ഈശോ മരിച്ചത് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ആ വചനം ഒന്ന് പറഞ്ഞ് പഠിക്കാം. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആവിലയിൽ ഉള്ള ഒരു ഉടമ്പടി പ്രാർത്ഥന ഇങ്ങനെയാണ്. ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ആവിലയിൽ പോയ നല്ല സുഖമാണ്, ഒരു ഉടമ്പടി എടുക്കേണ്ടത്. ആവിലയിൽ ഒരു ഉടമ്പടി ഉണ്ട്. എന്താണത്? ജീവിതാവസാനം വരെ എൻ്റെ സർവ്വ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഉടമ്പടി എടുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സകല കഴിവുകളോടും കൂടെ എനിക്ക് എന്തുണ്ടോ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവുകൾ, എനിക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുകൾ, അങ്ങനെ എല്ലാം എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാ, എനിക്കുള്ള എല്ലാം ഞാൻ ഈശോയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഉടമ്പടി എടുക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉടമ്പടി എടുക്കുന്നവർക്കാണ് ഇന്ന് മുതൽ അനുഗ്രഹം. ഇന്നലെ വരെ അതെടുക്കാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് മുതൽ അങ്ങനെ ഒരു ഉടമ്പടി എടുക്കുക. എന്താണ് ഉടമ്പടി? വലതുകരം വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് ജീവിതാവസാനം വരെ എന്റെ സകല കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. ഹല്ലേലൂയ. ചില ആളുകളുണ്ട്, ചിലവർ പറയും എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്. ആർക്ക് ബുദ്ധിമുട്ടാണ്? എനിക്ക്. എന്നെ ശല്യപ്പെടുത്തരുത്. ആരെ? എന്നെ. എനിക്കിപ്പോൾ വിശ്രമിക്കേണ്ട സമയമാണ്. അപ്പൊ നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിനക്ക് വേണ്ടി തന്നെ. ഹല്ലേലൂയ. ഈശോയ്ക്ക് എന്താണ് വേണ്ടതെന്ന് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. 4-മതായിട്ട് ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാക്കി നമ്മെ മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ സ്നാനം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരായി മാറും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. എന്താണ് ഭൗമിക കാര്യങ്ങളിലുള്ള അഭിമാനം? അച്ഛൻ്റെ കാര്യം പറയാം. അച്ഛൻ അഭിമാനിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ വ്യാഴാഴ്ചയും കുറേ പേര് വരുന്നുണ്ട്. അതെന്തിലുള്ളൊരു അഭിമാനമാണ്? ഭൗമിക കാര്യത്തിലുള്ള അഭിമാനമാണ്. ഇനി ആള് വന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ അഭിമാനം കുറയാൻ പാടില്ല. ഹല്ലേലൂയ. അല്ലേ? കഴിഞ്ഞ തിരുനാളിന് എത്ര പേരാണ്? 25,000 പേരാണ് ചിക്കൻ ബിരിയാണി കഴിച്ചു പോയത്. നമ്മൾ പറയാണ്. അത് പറയുമ്പോൾ എന്താണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്? ഭൗമിക കാര്യത്തിലുള്ള ഒരഭിമാനമാണ്. അല്ലേ? കഴിഞ്ഞ ആഴ്ച ഇവിടെ നിറയെ ആളായിരുന്നു. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രാർത്ഥന വെച്ചപ്പോൾ 10,3500 കുട്ടികളാണ് വന്ന് പരീക്ഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ചു പോയത്. ഇതൊക്കെ ആര് പറയും? അച്ഛൻ എങ്ങനെ ബാക്കിയുള്ളവരോട്
പറയും, ഇല്ലേ? പറയൂന്ന് വിചാരിക്കേ. അപ്പൊ അത് എന്തിലുള്ള അഭിമാനമാണ്? ഭൗമിക കാര്യത്തിലുള്ള അഭിമാനമാണ്. അപ്പൊ അച്ഛന്റെ കാര്യം അച്ഛൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ കാര്യം നിങ്ങൾ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാണ്, താൽക്കാലികമായ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരാണ്. അങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ അപ്പൂപ്പൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും, അവൻ പല സ്ഥലങ്ങളിൽ അച്ഛൻ്റെ കൂടെ വരാറുണ്ട്. അപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അച്ഛൻ ഉടനെ തന്നെ പറയും, എൻ്റെ അപ്പൂപ്പൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അല്ല, അത് ചെറിയ കാര്യമല്ല അല്ലേ? ഇന്ദിരാഗാന്ധിയുടെ കൂടെയും രാജീവ് ഗാന്ധിയുടെ കൂടെ കേന്ദ്രമന്ത്രി ആയിരുന്ന ആളുടെ മകളുടെ മകനാണ് എൻ്റെ അപ്പൂപ്പൻ കേന്ദ്രമന്ത്രി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഭൗമിക കാര്യത്തിലുള്ള ഒരഭിമാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ഇനി നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ അങ്ങനെ ഒരു ഭൗമിക കാര്യത്തിൽ അഭിമാനിച്ച് കുറെ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു ആഘോഷം നടത്തി, ഇല്ലേ? എത്ര ദുഃഖകരമായൊരു കാര്യമാണ്. എത്രയാണ്? 10-20 പേര് മരിച്ചു. ബാംഗ്ലൂരിലെ കഥയാണ് അച്ഛൻ പറയുന്നത്. ഇന്നത്തെ പത്രത്തിൽ ആദ്യത്തെ വാർത്ത അതാണല്ലോ. ഭൗമിക കാര്യത്തിൽ കളി ജയിച്ചതിൽ തെറ്റില്ല, ആഘോഷം നടത്തിയതിലും തെറ്റില്ല. പക്ഷെ ഭൗമിക കാര്യങ്ങളിൽ അമിതമായി ഒരു നിയന്ത്രണവുമില്ലാതെ അഭിമാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്നു എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അത്രയും പറഞ്ഞ ആ പോയിന്റിൽ നിന്ന് അടുത്തതിലേക്ക് പോവാണ്. ഒത്തിരിയേറെ വചനങ്ങളൊക്കെ ഉണ്ട്. പൗലോസ് പറയുന്നത്, അഭിമാനിക്കാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിനെയെല്ലാം ഞാൻ ചപ്പും ചവറുമായിട്ട് കണക്കാക്കുന്നു. ഞാൻ അഭിമാനിക്കുന്നത് കർത്താവിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഈശോ മിശിഹാ എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന അറിവിൽ അഭിമാനിക്കട്ടെ. ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന സത്യത്തിൽ അഭിമാനിക്കട്ടെ. ഈശോയുടെ കുരിശുമരണം വഴി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ഭൗമിക കാര്യങ്ങളിൽ അഭിമാനിക്കാതെ സ്വർഗീയ കാര്യങ്ങളിൽ അഭിമാനിക്കുന്നവരായി മാറുക. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമ്മൾ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ നമ്മൾ അഭിമാനിക്കേണ്ടത് സ്വർഗീയ കാര്യങ്ങളിലാണ്. ഞാൻ ഈശോയുടെ സ്വന്തമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ അഭിമാനിച്ചോ? ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നതിൽ നിങ്ങൾ അഭിമാനിച്ചോ? എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റി എന്ന കാര്യത്തിൽ അഭിമാനിച്ചോ? കൊണ്ട് പറയും. പക്ഷെ നീ അഭിമാനിക്കേണ്ടത് സ്വർഗീയമായ കാര്യങ്ങളിലാണ്, ഈശോയെക്കുറിച്ചുള്ള അറിവിലാണ്. ക്രൂശിതനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഹല്ലേലൂയ. ഇനി അഞ്ചാമതായി, ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാക്കി നമ്മെ മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. ഒന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞാൽ മതി. ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാക്കി നമ്മെ മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാ സ്നാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടി അച്ഛൻ ഒരു സഹോദരനോട് ചോദിച്ചു, എന്താ ഈ പാവിലയിൽ വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ, ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോ എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഒരു പ്രാവശ്യം വന്നപ്പോ സീറ്റ് കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് കുറേ നേരം നിൽക്കേണ്ട വന്നു. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കസേര കിട്ടിയത്. ഇനി ഞാനൊന്നും ആവിലയിലേക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-24 തിരുവചനം.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:24 തിരുവചനം, എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കെന്ത് സഹനമുണ്ടായാലും ഞാൻ അതിൽ നിന്ന് പിന്തിരിയുകയില്ല. ആരെന്നെ പഴി പറഞ്ഞാലും, ആരെന്നെ പീഡിപ്പിച്ചാലും, ആരെന്നെ ദ്രോഹിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ച, അതായത് മെയ് മാസം 23 വെളുപ്പിന് 2 മണിക്ക് ഒറീസയിലുള്ള നമ്മുടെ സഭയുടെ, കർമ്മലീത്ത സഭയുടെ, മഞ്ഞമ്മൽ കർമ്മലീത്ത സഭയുടെ ഒരാശ്രമത്തിലേക്ക് അവിടെ 90 വയസ്സ് ഉള്ള ലീനസ് എന്ന് പറയുന്ന ഒരു അച്ഛനും 45 വയസ്സുള്ള അച്ഛൻ്റെ കൂടെ വ്രതവാഗ്ദാനം നടത്തുകയും നമ്മൾ ജൂബിലി ആഘോഷിച്ച ആ ദിവസം അച്ഛനിവിടെ പ്രസംഗം പറയുകയൊക്കെ ചെയ്ത സിൽവിൻ അച്ഛനും രാത്രി 1 മണിക്ക് 2 മണിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ആയുധധാരികളായിട്ടുള്ള വടിവാളും മറ്റു കമ്പിയും പാരയും ഒക്കെ ആയിട്ട് 9 പേര് ആശ്രമത്തിൻ്റെ വാതിൽ കുത്തിത്തുറന്ന് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറുകയും അച്ഛന്മാര് 2 പേരെയും കയ്യും കാലും കെട്ടിയിടുകയും വായിൽ തുണി തിരുകയും 90 വയസ്സുള്ള അച്ഛനെ നിലത്തിട്ട് വലിക്കുകയും, അങ്ങനെ അച്ഛൻ്റെ തൊടയുടെ ഭാഗത്തൊക്കെ ഉള്ള തൊലിയൊക്കെ പോയി നിലത്തിട്ട് വലിക്കുകയും 45 വയസ്സുള്ള സിൽവിൻ എന്ന് പറയുന്ന അച്ഛനെ കമഴ്ത്തി കിടത്തിയിട്ട് ശരീരത്തിൻ്റെ പിറകു ഭാഗത്തുള്ള ചോര ചത്ത് കട്ട പിടിക്കുന്നത് വരെ മുഴുത്ത വടി കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തു. ഈ കഴിഞ്ഞ മാസം മെയ് മാസം 23 വെള്ളിയാഴ്ച ഏർലി മോർണിംഗ്. പ്രിയപ്പെട്ടവരെ, സെബാസ്റ്റ്യനച്ഛനും അച്ഛനൊക്കെ ചേരാനെല്ലൂർ കൺവെൻഷന് വേണ്ടി പോയിരുന്ന സമയത്ത് 2 അച്ഛന്മാരെയും പോയി അവരെ അതിനുശേഷം അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്ത് എല്ലാ മുറികളും കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരുടെ പെട്ടികളൊക്കെ തുറന്ന് വസ്ത്രങ്ങളൊക്കെ പുറത്ത് വലിച്ചു വാരിയിട്ട് അതിനുശേഷം കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവർ പോയി. ഒരു കണക്കിന് 2 അച്ഛന്മാരും രക്ഷപ്പെട്ട് അവർ 2 പേരെയും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിലെ ആശുപത്രിയിൽ, മഞ്ഞമ്മൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അപ്പോൾ ഈ അച്ഛന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അച്ഛന്മാര് പറഞ്ഞു, വേഗം തിരിച്ചു പോണം, ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് സിൽവിനച്ഛൻ പറഞ്ഞു, എനിക്ക് ശരീരത്തിൻ്റെ പിറകു ഭാഗം ഇരിക്കാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിലാണ് വന്നതെങ്കിലും ഇരിക്കാൻ പറ്റുന്നില്ല. ഫിസിയോതെറാപ്പിക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കണ്ടത്. കമന്ന് കിടക്കാണ്. കാരണം പിറകു വശത്ത് നേരെ കിടക്കാൻ പറ്റാത്ത വിധത്തിൽ അടിച്ച് പരിവാക്കിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കാൻ ഇനി ഞാൻ അങ്ങോട്ട് പോവുകയില്ല എന്നല്ല ഈ അച്ഛന്മാര് പറയുന്നത്. മിഷൻ പ്രദേശത്തേക്ക് വീണ്ടും തിരികെ പോകണം. അവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് അപ്പോസ്തലന്മാരുടെ മനോഭാവം. ഇതായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു.
അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് പരിശുദ്ധാത്മാഭിഷേകം നമ്മെ സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാക്കി മാറ്റുന്നു എന്നതാണ്. ആറാമതായി, നമ്മെ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. ഏഴാമതായി, നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. എട്ടാമതായി, നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം. ഒൻപതാമതായി, നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റുന്ന സ്നാനമാണ് പരിശുദ്ധാത്മ സ്നാനം. അവസാനമായി, നമ്മെ നീതീകരിക്കുകയും നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. നമുക്ക് കണ്ണുകളടക്കാം.